അൽഹംദുലില്ലാ, ഈ ഒരു അടുത്ത കാലങ്ങളിലായി നമ്മുടെ ദഅവ കോളേജുകളിൽ, ദർസുകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുകയും പുറത്തിറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊരു കുറച്ച് കാലങ്ങളായി ഇതൊരു ട്രെൻഡാണ്, നല്ലൊരു സൂചനയാണ് അൽഹംദുലില്ലാ. പക്ഷേ ഇത് ഇനി ചെറിയൊരു പുരോഗമനം, അതിലൊരു റവല്യൂഷൻ ആവശ്യമുള്ളൊരു ഘട്ടം തോന്നിയിട്ടുണ്ടല്ലോ. കാരണം ഒരുപാട് ആളുകൾ പുറത്തിറങ്ങുന്നു, അവർ ജോലിക്ക് വേണ്ടി, അവരുടെ പ്രൊഫഷണലിന് വേണ്ടി അവരിങ്ങനെ പരക്കം പായുന്നൊരവസ്ഥയും കൂടിയും കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരെ ഏത് ജോബ് മാർക്കറ്റിലാണ് അവരെത്തിയതെങ്കിലും, ഏത് മേഖലയിലാണ് അവർക്ക് എത്തിയതെങ്കിലും, അവരവിടെ ഫുൾ ഫിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡായി അവിടെ തിളങ്ങി നിൽക്കാൻ കഴിയേണ്ടവരും കഴിയുന്നവരുമാണ് നമ്മുടെ ഈ പഠിച്ചിറങ്ങുന്ന ആളുകൾ. അവർക്ക് ഒരു ടച്ചപ്പ് വർക്ക് ആവശ്യം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ നമ്മളൊരു ഈ സ്കോളേഴ്സ് ക്യാമ്പ് നടക്കുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം സമൂഹത്തിലേക്ക് എത്തണം എന്നുള്ള ആവശ്യമുണ്ട്. തീർച്ചയായും മതപഠന രംഗത്ത് ധാരാളം വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു. ബിരുദം നൽകുന്ന സ്ഥാപനങ്ങൾ തന്നെ ധാരാളമുണ്ട്. കേരളത്തിന് പുറത്തേക്ക് ദായികൾ പോകാൻ തുടങ്ങിയിട്ടും കുറച്ചായി. ഇവിടെ കേരളത്തിൽ തന്നെയും നമ്മുടെ മഹല്ലുകളിലും മദ്രസകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം കഴിവുറ്റ ബിരുദധാരികളെ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദാരിദ്ര്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിവുറ്റ എന്ന് പറഞ്ഞാൽ, ഒന്ന്, മഹല്ലിൽ ഒരു ദായി എത്തിയാൽ ആ മഹല്ലിനെ നയിക്കുന്ന ഒരു നേതാവാകുന്നൊരവസ്ഥ ഇന്നത്തെ പുതിയ ദായികൾക്കുണ്ടോ? ഒരു മഹല്ലിലൊരു ബിരുദധാരിയായ ഒരു പണ്ഡിതൻ വന്നാൽ ആ മഹല്ലിനാവശ്യമായ സർവ പുരോഗതിയും, സാമ്പത്തിക പുരോഗതി, ആത്മീയതയിലുള്ള പുരോഗതി, ആരോഗ്യത്തിലുള്ള പുരോഗതി, സാമൂഹിക ജീവിതത്തിലുള്ള പുരോഗതി, കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിലെ പുരോഗതി, ഇതെല്ലാം ആ നാടിന് നേടിക്കൊടുക്കേണ്ടത് സത്യത്തിൽ ഈ ബിരുദധാരിയായ പണ്ഡിതനിലൂടെയാണ്. അത് നിലവിൽ സാധ്യമാണോ? അതെനിക്ക് സാധ്യമാണ്, അതിനെനിക്ക് കൃത്യമായി പദ്ധതിയുണ്ട്, അങ്ങനൊരു ആവശ്യമായ വിഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ധരിപ്പിക്കാൻ കഴിയുന്ന ദായികൾ നിലവിലുണ്ടോ? ഇതൊരു ചോദ്യചിഹ്നമാണ്. ഇവിടെ ഈ മേഖലയിൽ ബിരുദധാരികളായ വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള ഒരു ഇടക്കാല ആശ്വാസമാണ് നമ്മുടെ ഈ 10 ദിവസത്തെ ക്യാമ്പ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു നല്ല ഒരു പഠനം ഈ മേഖലയിൽ നടത്തുകയും അതിനാവശ്യമായ വിശാലമായ കോഴ്സ് തന്നെ നാം സെറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിലേക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ആ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു വേദിയാണ് നമ്മുടെ 10 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ഒന്ന്, ഏതൊരു വരുന്ന ബിരുദധാരികൾക്ക് ഏത് മേഖലയിലും ഖത്തീബ്, മുദർരിസ്, പ്രിൻസിപ്പാൾ, മാനേജർ, അതല്ലെങ്കിൽ മദ്രസ നിയന്ത്രിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം പലപ്പോഴും മദ്രസ എന്ന് പറയുന്നത് ആർക്കും കൈകാര്യം ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥ നിലവിൽ വന്നിരിക്കുന്നു. കഴിവുറ്റവരാകേണ്ടതില്ല, ആർക്കും പറ്റും. ഏറ്റവും കഴിവുറ്റൊരു ദായിയാണ് നല്ല ദിശാബോധമുള്ള ഒരു നാടിൻ്റെ നാളെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ബിരുദധാരികൾ വരേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മദ്രസ. അതൊക്കെ താൽക്കാലികമായി കുറച്ചു കാലം ഏതോ പള്ളിയിലെ ദർസിലോ അല്ലെങ്കിൽ അത്തരം മതപഠന മേഖലയിലോ കുറച്ച് ദിവസം പോയി എന്ന ഒറ്റ കാരണമുള്ളത് കൊണ്ട് മാത്രം പല ബിസിനസ്സിലും പലയിടത്തും നിൽക്കുന്നവരെ മദ്രസയിലേക്ക് നിർത്തുന്ന സിറ്റുവേഷനൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു നല്ല പക്കാ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി മദ്രസയെ കാണുമ്പോൾ മദ്രസയിലേക്ക്, അത്തരം ക്വസ്റ്റ്യനുകളിലേക്ക് വരാനും എന്ന് മാത്രമല്ല, ഈ ഒരു ക്യാമ്പിലൂടെ പരിശീലിക്കുന്ന ഒരു ദായിക്ക് തീർച്ചയായും അവർ ഉയർന്ന സാലറി നേടാനുള്ള വകുപ്പ് വരെ നാം അവരെ പരിശീലിപ്പിക്കുകയും അതിനാവശ്യമായ പിൻബലം, ബാക്കപ്പ് അതുകൂടി കൊടുക്കാനാണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് ശരിക്കും സാധ്യമാകുന്നത്? ഒരു ഖത്തീബ്, അല്ലെങ്കിൽ മുദരിസ്, സദർ, ഇങ്ങനെ തുടങ്ങിയ തസ്തികകൾ അവർക്ക് ഈ ഒരു ജോലി എങ്ങനെ പ്രൊഫഷണലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ടല്ലോ ഈ കോഴ്സിൽ. അതെങ്ങനെയാണ് ശരിക്കും സാധ്യമാകുന്നത്? അതിലേ നമ്മളിപ്പോൾ നിയാസുസ്താദ് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ പൊസിഷനിൽ നിയാസാദിയും അതുപോലെ അൻവർ ഹസനി ഉസ്താദും, ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ
ഇതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാൻ ധൈര്യം വന്നത് എങ്ങനെ? ശരി. അതാണ് അതിൻ്റെ പ്രധാന തെളിവ്. അതായത് അനുഭവങ്ങളാണ് തെളിവ്. നിങ്ങൾ ഒന്നാമത്തെ തെളിവാണ്, നിങ്ങളുടെ ഒന്നാമത്തെ തെളിവ് നിങ്ങളാണ്. അതായത് നിങ്ങൾക്കത് ഇൻവൈറ്റ് ചെയ്യാനുള്ള ധൈര്യം വന്നത് എന്തുകൊണ്ടാണ്? അനുഭവമാണ്. ഈ അനുഭവമാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരിൽ ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടു. അവരിലെല്ലാം ഇത് നടക്കും, നേരത്തെ നടക്കില്ല എന്ന് കരുതിയിരുന്ന ധാരണകൾ നടക്കും എന്ന് അൽഹംദുലില്ലാഹ് തെളിയിക്കപ്പെട്ടു. ആ തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇത് ഇനിയും അടുത്ത ബിരുദധാരികളായ ദായികളിലേക്ക് എത്തണം. കാരണം ബിരുദധാരികളായ ദായികൾ എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ സമൂഹത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും കഴിവുറ്റവരും കൂടുതൽ സമയം ചെലവഴിച്ചവരും ഒക്കെ മുസ്ലിം പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിതന്മാരിലേക്ക് ഇതെത്തിയാലാണ് കൂടുതൽ സമൂഹത്തിന് ഫലപ്പെടുക. ഈ ചിന്ത കൊണ്ടുകൂടിയാണ് നമ്മൾ അവരിലേക്ക് എത്തണം എന്ന് ചിന്തിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹാപ്പി സോണിൻ്റെ പദ്ധതികൾ ഏത് നടപ്പിലാക്കുമ്പോഴും നമ്മുടെ ഒരു സ്ട്രാറ്റജി, നമുക്ക് ഇത് മറ്റൊരു ഫീൽഡിൽ ഈ ഒരു മേഖല വികസിപ്പിക്കുകയും ഇത് പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്താൽ നന്നായിട്ട് സാമ്പത്തിക വിഭവങ്ങൾ നേടാൻ പറ്റുന്ന അതിനൂതനമായ അപ്ഡേറ്റഡായ സൈക്കോളജിക്കൽ സംവിധാനമാണ്, മനഃശാസ്ത്രപരമായ സംവിധാനമാണ്. ഈ സംവിധാനത്തെ മോറൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന സമയത്ത് കഴിഞ്ഞ കാലത്തെ മതപണ്ഡിതന്മാർ ചെയ്ത സേവനത്തിൻ്റെ തുടർച്ചയായി ഈ കറണ്ട് സിറ്റുവേഷനിലെ അഥവാ വർത്തമാന സാഹചര്യത്തിലെ പണ്ഡിതന്മാർക്ക് കൂടി അങ്ങനെയാകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഫീൽഡിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നത്. ഒരുപാട് കാലമായല്ലോ ഇപ്പോൾ നമ്മൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുദരിസുമാർ, ഖത്തീബുമാർ, അവർക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ കാരണമായിട്ടുണ്ട്. കാരണം ഒരുപാട് മുദരിസുമാരും ഇവരും ദർസ് നിർത്തണം എന്ന ആ ഒരു പൊസിഷനിലെത്തുമ്പോൾ നമ്മൾ ട്രെയിനിങ്ങിലേക്ക് വരുന്നു, അതിൽ ജീവൻ വെക്കുന്നു. അപ്പോൾ അതൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ജോലിയിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇപ്പോൾ ഇറങ്ങുന്ന മുത്താലിമീങ്ങൾക്ക്, സ്കോളേഴ്സിന് അതെങ്ങനെയാണ് സാധിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളത്? തീർച്ചയായിട്ടും. അതായത് ഈ പുതുതായിട്ട് ഫ്രഷായിട്ട് ഇറങ്ങിയ ആൾക്കാർക്ക് കുറച്ചും കൂടി സാധ്യത കൂടുതലാണ്. കാരണം ഈ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മൾ പലപ്പോഴും അവരൊക്കെ കണ്ടു വളർന്ന ഉസ്താദുമാർ, അവരൊക്കെ നല്ല കഴിവുറ്റവരായിരിക്കും. അപ്പോൾ അവരെ പോലെ സേവനം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യണം എന്ന ചിന്ത ഉണ്ടാവും ഈ ഇറങ്ങുന്ന സമയത്ത്. ആ സമയത്ത് തന്നെ കൊടുത്താൽ നന്നായിട്ട് ഫലപ്പെടും. എന്ന് മാത്രമല്ല, നമ്മളെ ഒരു ഖത്തീബ്, അതുപോലെ മുദരി, ഇതൊരു വലിയൊരു പൊസിഷനാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ മറ്റ് പ്രൊഫഷനേക്കാൾ വലിയൊരു പ്രൊഫഷനാണ് എന്ത് ഖത്തീബ് എന്നൊക്കെ പറയുന്നത്. ശരിക്കൊരു MSW-കാരൻ്റെ എത്രയോ മേലെ നിൽക്കുന്ന ഒരു പ്രൊഫഷനാണ് ഖത്തീബ് ശരിക്കും. കാരണം അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ആത്മീയതയിൽ, സാമ്പത്തികത്തിൽ, ആരോഗ്യത്തിൽ, ഇതിലെല്ലാം ഇടപെടാൻ ശേഷിയുള്ള ഒരാളാണ്. പക്ഷെ അതിനുള്ള ഒരു വിഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകണം, പ്ലസ് മിഷൻ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ വളരെ എളുപ്പം കാര്യങ്ങൾ നടക്കും എന്നതാണ് വസ്തുത. മുദരിസും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ടോപ്പസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും ഒരു മുദരിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദർസ് എന്നതിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം അവിടെ താമസിച്ചു പഠിക്കുന്നു എന്നത് അതിലെ ഒരു ചെറിയ സർക്കിൾ മാത്രമാണ്. ബാക്കിയുള്ള സമൂഹത്തിൻ്റെ വലിയൊരു ഏരിയ പുറത്തു നിൽക്കുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു മുദരിസിൻ്റെ ദഅവ മേഖല. അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് അത്രയും വലുതാണ്. അപ്പം അതിൽ അദ്ദേഹം ഇടപെടുന്നതിന് അതിന് കൃത്യമായ മാനദണ്ഡങ്ങളും കൃത്യമായ ബൃഹത് പദ്ധതികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ശരിയായ മുദരിസ് പ്രൊഫഷൻ. അതിലേക്കുള്ളൊരു സൂചനയും അതിനാവശ്യമായ ഒരു ബോധ്യം, അവയർനെസ് അതുണ്ടാക്കി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സെഷന് സഹായിക്കും. അൽഹംദുലില്ലാഹ്. ഈ പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പുസ്തകം പറഞ്ഞതുപോലെ ഈ പുതുതായി സേവന രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ, നമ്മൾ ഈ കോഴ്സ് കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അൽഹംദുലില്ലാഹ് 2-2.5 വർഷമായി ഇപ്പോൾ നമ്മൾ ഈ സഞ്ചാരം തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഒരു റിസൾട്ട്, ഇതിൻ്റെ ഒരു അനുഭൂതി നമ്മൾ അനുഭവിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഗതിയാണ്. നമ്മളൊക്കെ ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ഏകദേശം 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേരുന്നത്. നമ്മൾ പഠനം കഴിഞ്ഞ് 2015 ഈ ഹൗസുനിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഒരു 8ഓളം വർഷം കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് പരിചയപ്പെടുന്നത്.
പക്ഷേ ഇതിന് തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമുക്കിത് ലഭിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ഏറ്റവും ഊർജ്ജസ്വലതയുള്ള സമയം, പ്രാരാബ്ദങ്ങളില്ലാതെ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും പ്രാരാബ്ദങ്ങളില്ലാത്തൊരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് ഇത്തരം ഒരു ക്വാളിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് വിപ്ലവങ്ങൾ തീർക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഒരു സുവർണാവസരമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് ഈ വർഷം പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ആളുകൾ തന്നെ എന്നുള്ളത്. അതിൽ പിന്നെ മറ്റൊരു കാര്യം, ഈ അടുത്തൊരു ഈ വർഷം പഠനം പൂർത്തിയാക്കിയ ആളുകൾക്ക് ചെറിയൊരു സെഷൻ വേങ്ങര അല്ലിസ്ഥാനിൽ വെച്ച് സംഘടിപ്പിക്കേണ്ടായിരുന്നു. ആ സമയത്ത് സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോർത്തേൺ പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നത് PhD-കാരല്ല അവിടെ, അല്ലെങ്കിൽ അത്തരം ഒരു വലിയ കോളേജ് പ്രൊഫസർമാരല്ല. അതിനേക്കാൾ കൂടുതൽ സാലറി വാങ്ങുന്നത് KGയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് സാലറി ഉണ്ടാകുക. കാരണം അവർക്ക് രണ്ട് കാരണങ്ങളുണ്ടാകും. ഒന്ന്, ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടതവരാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധയും അധ്വാനവും വേണ്ടവർക്ക്. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയോധ. ആ ഒരു KGയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഡിസോർഡറായ ഒരു അസഹനീയമായ പെരുമാറ്റം കുട്ടി നേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമൂഹത്തിൽ അത് ആ കുട്ടി പ്രകടിപ്പിച്ചു. അവർക്കാണ് ഏറ്റവും കൂടുതൽ കഴിവും വേണ്ടത്, പരിഗണനയും വേണ്ടത്, ഏറ്റവും കൂടുതൽ യോഗ്യതകൾ വേണ്ടത് ഈ മേഖലയിലുള്ള ആൾക്കാർക്കാണ്. അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ സാലറി. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ആർക്കും കയറി മേയാനുള്ളൊരു സ്ഥലമായിട്ട് അത് മാറി. അതിൻ്റെ ഒരു പരിണിത ഫലം കൊണ്ട് വിദ്യാർത്ഥികളിൽ ആ ഒരു പ്രശ്നം കാണുന്നുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ. തീർച്ചയായും ഇതിൽ സത്യത്തിൽ നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇറങ്ങുന്നതിന് മുമ്പേ കൃത്യമായി ഈ പ്രൊഫഷനുകൾ പരിശീലിപ്പിച്ചിട്ടാണ് അവരെ ബിരുദം നൽകി ഇറക്കേണ്ടത്. ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിൽ നിലവിൽ നമ്മളുടെ ടീച്ചിങ് മെത്തേഡുകളിലും കുറേ മാറ്റങ്ങൾ വരാനുണ്ട്. നമ്മളിപ്പോൾ മുദരിസ് അക്കാദമി എന്ന പേരിൽ അതിൻ്റെ ഒരു അഡ്വാൻസ് ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. റമദാന് ശേഷം തുടങ്ങും. റമദാന് ശേഷം അത് നടക്കും. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ കഴിഞ്ഞു. അതായത് ഈ തിങ്കളാഴ്ച, അതിൻ്റെ കഴിഞ്ഞ തിങ്കളാഴ്ച അത് നടന്നു. ഇനി ഒരു 6 മാസത്തെ പ്രാക്ടീസ് നടക്കാൻ പോവുകയാണ്. ഈ പ്രാക്ടീസ് ശരിക്കും പഠനത്തിൻ്റെ കൂടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നൽകാൻ കഴിയും. അത് നൽകാൻ കഴിയുമെന്ന് തെളിയിക്കാൻ കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ നമ്മുടെ ഇറങ്ങുന്ന ബിരുദധാരികൾക്ക് ഇത്തരം സംഗതികൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു സന്ദേശമാണ്, ഒരു മെസ്സേജാണ്. സ്ഥാപനങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ കഴിയും. മറ്റൊന്ന്, ടീച്ചിങ് മെത്തേഡിൽ ഇപ്പോൾ നമ്മൾ 8 വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും 8 വർഷം കൊണ്ട് പഠിപ്പിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇച്ചിരി കാര്യക്ഷമതയോടുകൂടെ നാം അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ 5 വർഷം കൊണ്ട് 4 വർഷം കൊണ്ടൊക്കെ പരിശീലിപ്പിക്കാൻ കഴിയും. ഇത് പഠിപ്പിക്കാനും കഴിയും. ഇപ്പോൾ 8 വർഷം എടുത്ത് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നതിനേക്കാൾ സ്കില്ലും പാണ്ഡിത്യവും കഴിവും ഒക്കെ നേടാൻ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെപ്പറ്റി പഠിക്കണം, അന്വേഷിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അധ്യാപകർ ഒരുപക്ഷെ നമുക്കൊരു വെല്ലുവിളി പോലെയൊക്കെ പറയേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ നിലവിലുള്ള മോറൽ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളിൽ കൃത്യമായി ട്രെയിനിങ് ലഭിച്ച അധ്യാപകർ എത്ര പേരുണ്ട് എന്ന് അങ്ങനെ പറയേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. അതെല്ലാ മേഖലയിലുണ്ടത്. ഭൗതികമായും ട്രെയിനിങ് എന്നത് ഭാഗികമായി നിൽക്കുകയാണ്. പേരിൽ ട്രെയിനിങ് ഉണ്ടെങ്കിലും പരിശീലനം പ്രാക്ടിക്കലായി നടക്കുന്നില്ല എന്നുള്ളത് ഭൗതിക രംഗത്തുണ്ട്. നമുക്ക് രണ്ടിൻ്റെയും ഒരു അഭാവം ഇവിടെ ഈ മറുസൈഡിൽ കാണുന്നു. അഭാവം കാണുന്നു. അത് പരിഹരിക്കാൻ എളുപ്പമാണ്. പരിഹാരം നമ്മൾ കാണുന്നു. പ്രയോഗിച്ച എല്ലായിടങ്ങളിലും വിജയിക്കുന്നു. പ്രയോഗിച്ച ഒരിടത്തും പരാജയപ്പെടുന്നു നമ്മൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഇത് പ്രയോഗിക്കേണ്ടതാണല്ലോ, അതൊരു ബാധ്യതയല്ലേ, അതൊരു സാമൂഹികമായ ഒരു പുതിയ സാമൂഹിക സൃഷ്ടിപ്പിൻ്റെ അനിവാര്യതയല്ലേ? ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ ഈ 10 ദിവസവും ഈ പണ്ഡിതന്മാരെ കൂടെ നിർത്തി പ്രാക്ടീസ് വ്യത്യസ്ത ഘട്ടങ്ങളായി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, അഥവാ ഒരു ട്രെയിനിങ്ങിന് ആവശ്യമായ അതിൻ്റെ സവിശേഷതകളെല്ലാം സമ്മേളിപ്പിച്ച ഒരു 10 ദിവസം. ഈ 10 ദിവസത്തിന് ശേഷം അവർക്ക് ഫോളോ അപ്പ് കൊടുത്ത് അവർക്ക് ആവശ്യമായ സേവന മേഖലകളിൽ അവർക്ക് തിളങ്ങുന്നത് വരെ പിൻബലമായി നിൽക്കാൻ കൂടിയാണ് നമ്മുടെ പ്ലാൻ. ഈ സമയത്ത് ഇതിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചിന്ത ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ്, മറ്റൊരു സൈഡിൽ ഇതിൻ്റെ ഒരു കോഴ്സുകൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു.
അത് ഹെവി റേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികമായിട്ട് നോക്കുന്ന സമയത്ത് നല്ല ക്യാഷ് ചിലവിട്ട് ആയിരങ്ങൾ 50,000 ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു അടുത്ത് ഏറ്റവും ചെറിയൊരു ബേസിക് ആയ ഒരു കോഴ്സിൻ്റെ ഒരു പരസ്യം കണ്ടിരുന്നു. ഒരു 1 ഡേ ഫുൾ ഡേ പ്രോഗ്രാമിന് തന്നെ 25,000 15,000 രൂപയൊക്കെ 2 ദിവസത്തെ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാളും മുകളിലുള്ള ഈ ഒരു കോഴ്സ് നമ്മളിങ്ങനെ പിന്നെ താമസിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ള ചിന്ത. ഇത് വലിയ വലിയ പ്രിൻസിപ്പൽസ് അതുപോലെ തന്നെ ബിസിനസ്മാൻമാർ വലിയ എഡ്യൂക്കേറ്റഡ് ആളുകൾ ചെയ്യുന്ന സംഗതിയല്ലേ, ഇത് നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു ആശങ്ക, നമ്മളതിനെ മാത്രം ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക, ആ ഒരു ആശങ്കയാണ് ആദ്യം മാറേണ്ടതെന്ന് തോന്നുന്നത്. ഈ അടുത്ത് ലോ കോളേജിൽ എൻ്റെ അടുത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഒരു അനുഭവം പറയണ്ടായി. ലോ കോളേജിലെ ടീച്ചേഴ്സ് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കുറച്ചും കൂടി നേരത്തെയും കൂടി പറഞ്ഞേക്കണം. നിങ്ങളുടെ കുട്ടികൾ വരുന്ന ക്ലാസ്സുകളിൽ ആണ് ഞങ്ങൾക്കൊരു ഊർജ്ജമുള്ളത്. ഞങ്ങൾക്ക് പഠിപ്പിക്കാനൊരു ഹരം കിട്ടുന്നത് നിങ്ങളെ കുട്ടികൾ വരുന്ന സമയത്താണ്, അവരുടെ ഒരു ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റിയോടുള്ള പഠിക്കാനുള്ള ഒരു സമീപനം കാണുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം കോഴ്സുകൾ ചെയ്യാൻ ഇതിൻ്റെ ഒരു കടലാസ് കഷ്ണത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല വേണ്ടത് എന്നുള്ളതും അതിൻ്റെ സ്കില്ല് നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക് ഉണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാതെ അത് ഏറ്റവും വലിയ സഹതാപം തോന്നുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും. അതായത് അതിൻ്റെ ഏറ്റവും അർഹിക്കുന്ന അതിനാവശ്യമായ ഇത് ഈ ഒരു പ്രോഗ്രാം വിജയിക്കാൻ ആവശ്യമായ ക്വാളിറ്റി, നിലവാരം അത് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് നാം വിശ്വസിക്കുകയും നമ്മളത് പകർന്നു നൽകുകയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ പുതിയ ഇത് ഇറങ്ങുന്ന ബിരുദധാരികളൊക്കെ ഇതിൻ്റെ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന സർവീസിനെ കുറിച്ച് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ അതുമായി മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ ആ ഒരു പ്രൊഫഷൻ നിഷ്ഫലമായി പോവുകയാണ്. ഇപ്പോൾ മഹല്ലുകളിൽ എല്ലാ മഹല്ലുകളിലും ഖത്തീബുണ്ട്, ഖുത്തുബയുണ്ട്, ജുമുഅയുണ്ട്, പക്ഷെ നാടിന് മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ ഒരു പ്രൊഫഷൻ നിഷ്ഫലമായി പോവുകയാണ്, അത് ശൂന്യമായി പോവുകയാണ്. അത് പോകാതിരിക്കാനും നാം നമ്മുടെ പ്രൊഫഷനെക്കുറിച്ച് അറിയണം. അതുപോലെ ഈ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോഴും ഈ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ, ഇപ്പോൾ നമ്മൾ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം തന്നെ സത്യത്തിൽ ഇതിൻ്റെ മൂല്യം വളരെ വലുതാണ്. അപ്പം ഞാൻ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ഈ 10 ദിവസത്തേക്ക് നമുക്ക് ഒരു 5 ലക്ഷം രൂപ പറയാം. കാരണം അത്രയും ചിലവിട്ടിട്ടാണ് ഞാൻ ഓരോ കോഴ്സുകളും പഠിച്ചത്. പിന്നെ കോഴ്സുകളുടെ വിലയും ശരിയാണ്, അതൊരു അമിതമായ വിലയൊന്നുമല്ല. കാരണം എന്താണ്, ഇപ്പം ഞാൻ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുത്തത് 10 കൊല്ലമാണ് ഏകദേശം. ഈ 10 വർഷത്തെ എൻ്റെ അധ്വാനമാണത്. ആ അധ്വാനം തന്നെ എപ്പോഴാണ്, അതിനു മുമ്പ് ഒരു 10 വർഷത്തോളം പഠിച്ച് ബിരുദം നേടി സേവനം ചെയ്തതിന് ശേഷമാണ് ഈ 10 വർഷം. അപ്പം ഇത്രയും കാലം എടുത്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു സംഗതിക്ക് അതിൻ്റെ മൂല്യം ഉണ്ടല്ലോ. മാത്രമല്ല ഇത് പ്രാക്ടിക്കലായി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ അതിനേക്കാൾ വലുതുമാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമ്മളെ ഈ ബിരുദധാരിയായി വരുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം അല്ലാതെ ഒരു സ്ഥലത്തേക്ക് സേവനത്തിന് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ള വരുമാനം, സാമ്പത്തികമായ, വേണമെങ്കിൽ നമുക്ക് വേതനം, ശമ്പളം എന്ന് പറയാം തൽക്കാലം, ആ ഒരു ശമ്പളം അത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി, അദ്ദേഹം നേരിടുന്ന പ്രയാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് വിജയിക്കാൻ പെടുന്ന പാട്, ഇത് മനസ്സിലാക്കുന്ന സമയത്ത് 2 വിഷയം. ഒന്ന്, ചെയ്യുന്ന ആ ഒരു സേവനത്തെ അതിൻ്റെ മാക്സിമം വോള്യത്തിൽ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്ലസ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരാൾ ഈ ഒരു കണ്ടീഷൻ ഒരു മഹല്ലിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ അങ്ങോട്ട് ഈ കണ്ടീഷൻ പറയാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ ഡബിൾ സാലറി കൊടുക്കാൻ ഇന്നും സംവിധാനങ്ങൾ സന്നദ്ധമാണ്. ഇനി ഇതിനെല്ലാം പുറമെ നിലവിലുള്ള നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളെക്കുറിച്ചും സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സാലറികൾ കൊടുക്കാൻ കഴിയും. പക്ഷെ സേവനം നന്നാകണം. ഇപ്പോൾ നമ്മൾ മദ്രസയെക്കുറിച്ച് പറയാറുണ്ട്. മദ്രസയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന മദ്രസ സംവിധാനം എന്ന് പറയുന്നത് കുട്ടികളുടെ അക്കാദമിക് എഡ്യൂക്കേഷൻ പോലും, അതായത് അവരുടെ മതവിദ്യാഭ്യാസത്തിന് പുറമെ അവരുടെ ജീവിതത്തിലെ ആരാധനകളിലെ ഇബാദത്തുകളിലെ ചിട്ടകൾക്ക് പുറമെ അവരുടെ സ്കില്ലുകൾ, സ്വഭാവം, പെരുമാറ്റം, മറ്റ് സോഫ്റ്റ് സ്കില്ലുകൾ, ഇതിനെല്ലാം പുറമെയാണ് അക്കാദമിക് കൂടി സാധിക്കുന്നതാണ് നമ്മുടെ മദ്രസ സിസ്റ്റം. അങ്ങനെ സാധ്യമാണെങ്കിൽ ആരാണ് ക്യാഷ് കൊടുക്കാൻ പ്രയാസപ്പെടുക? ആരും ക്യാഷ് കൊടുക്കാൻ സന്നദ്ധമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പ്രൊഫഷണൽ ഏരിയയിലേക്ക് പോകാൻ
നമ്മെ സഹായിക്കുന്നത് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം. അത് തിരിച്ചറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസം ഇവിടെ നിന്ന് ഓരോ ദിവസവും ഓരോ ഏരിയകൾ അതിൻ്റെ ഒരു കോഗ്നിറ്റീവ് ലെവലിൽ ചർച്ചകൾ കൊണ്ടുവന്നു അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ, അതായത് പ്രാക്ടിക്കൽ എന്ന് പറയുന്നതിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് സമൂഹത്തിൽ ഇറങ്ങുന്നത്, മറ്റൊന്ന് സമൂഹത്തിൽ ഇറങ്ങിയാലുണ്ടാകുന്ന ആ പ്രാക്ടിക്കൽ തലം ഇവിടെ ചർച്ചകൾക്ക് കൊണ്ടുവന്ന് നേരത്തെയുള്ള അദ്ദേഹം കണ്ടും കേട്ടതുമായ അനുഭവങ്ങൾ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് ലേണിംഗ് മെറ്റീരിയലായി കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് ബോധ്യം വരും, എനിക്ക് കഴിയും, ഏതൊക്കെ ഐഡിയകളാണ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, പ്രധാന പ്രതിസന്ധികൾ എന്ത്, അതിൻ്റെ പരിഹാരം എന്ത്, ഇതൊക്കെ അദ്ദേഹം തിരിച്ചറിയുന്നൊരു 10 ദിവസമായിരിക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്ന 10 ദിവസം. പിന്നെ മറ്റൊരു വിഷയം, നമ്മൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഇത് ഒരുപാട് നടത്തിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മോട് പങ്കുവെക്കുന്നൊരു വിഷയം, ഒരാശങ്ക, എങ്ങനെയാണ് ഇത്ര ഫ്രീ കോസ്റ്റിൽ, അതിൽ ലോ കോസ്റ്റിൽ കൊടുക്കാൻ കഴിയുന്നത്? 10 ദിവസം നിങ്ങൾ ഇൻറ്റൻസീവായിട്ടുള്ളൊരു ട്രെയിനിങ്, ഇത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രെയിനിങ്, 10 ദിവസം അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ. തീർച്ചയായും. അപ്പോൾ അതൊരു ചുരുങ്ങിയ ലെവലിൽ ഒരു 15,000 രൂപക്കൊക്കെ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ മറുപടി നമ്മൾ ആലോചിച്ചപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ഈ ഒരു ആശയം, ഈ വിജയകരമായ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ, ഈ ഇരിക്കുന്ന നിങ്ങൾ തന്നെ പലപ്പോഴും പറയുന്നത് നമുക്ക് വേറൊരു സ്ഥാപനം തുടങ്ങി കാണിക്കണം, ഇല്ലേ? എല്ലാവരും പറയുന്നതല്ലേ? അവിടെ ഞാൻ പഠിച്ചൊരാശയം, നിലവിൽ കേരളത്തിൽ സ്ഥാപനങ്ങൾ യഥേഷ്ടമുണ്ട്, ആവശ്യമുള്ളതോ അതിനധികമോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമുള്ളത് സ്ഥാപനത്തിൽ ഈ ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനൊരു സംഗതി ചെയ്യുമ്പോൾ നമ്മൾ നേടുന്ന നേട്ടം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതുപോലുള്ളൊരു ഫലമാണ് നമ്മൾ നേടുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഒരിക്കൽ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 2000-ലധികം കുട്ടികൾ പഠിക്കുന്നൊരു ക്യാമ്പസ്, ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് സത്യത്തിൽ നമ്മൾ കിട്ടണം എന്നാശിക്കുന്ന ഒരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ഇതിൽ വരുന്നൊരു വിദ്യാർത്ഥിക്ക് കിട്ടണം എന്ന് ആശിക്കുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു നേട്ടം, ആ നേട്ടത്തിൻ്റെ എത്രയോ ചെറിയ ശതമാനം അവർക്ക് കിട്ടുന്നത്. അതിൽ സമൂഹം സംതൃപ്തരാണ്, അത് നിസ്സംശയം പറയാം. പക്ഷേ അതല്ല കിട്ടേണ്ടത്. അത് കിട്ടാൻ ആവശ്യമായ പ്രധാന കണ്ടന്റ് ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ അത് കിട്ടാൻ വേണ്ടി നമ്മൾ സംവിധാനിച്ച കോടികളുടെ ബിൽഡിങ്ങിനേക്കാൾ വിലപിടിപ്പുള്ളത് ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ പോലും, സാമ്പത്തിക നേട്ടങ്ങൾ നമുക്ക് കിട്ടാതിരുന്നാൽ പോലും നമുക്കിതൊരു വലിയ നേട്ടമാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഇത്രയും പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്കിനിയും ഒരു കുറഞ്ഞ നാൾ അധ്വാനിച്ചാൽ തന്നെ അത് അല്ലാത്ത വഴിയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നേടാം. അതിന് വഴികളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ സേവനം ചെയ്യുന്നത്. ഇതിലൂടെ ഒരു പറ്റം പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുകയും അങ്ങനെ ദീനീ സംവിധാനത്തിന് എന്ന് നമ്മൾ നേരെ ലക്ഷ്യം വെക്കുന്നു. ഇൻഡയറക്റ്റായി സോഷ്യൽ എൻജിനീയറിങ്, ഒരു വലിയ സാമൂഹ്യ സൃഷ്ടിപ്പിന് കാരണമാകുന്ന പ്രവർത്തനമാണിത്. പക്ഷെ നമുക്ക് രണ്ടും ബോധ്യമുണ്ട്, രണ്ടും ലക്ഷ്യമുണ്ട്. അതേസമയം പ്രത്യക്ഷമായി നമ്മൾ പരാമർശിക്കേണ്ടത് നമ്മുടെ പ്രധാന ലക്ഷ്യം മതപരമായ പുരോഗതി, മോറലി നമ്മുടെ സമൂഹത്തെ സമഗ്രവൽക്കരിക്കുക, ഇതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു പ്രധാന സേവനമാണ് ഇത് എന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങനെ ഈ ഒരു സംഗതി വളർത്തിയെടുക്കുന്ന സമയത്ത് ഇത് പരിശീലിച്ച, ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും നിരന്തരം ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു സെൻറ്റർ സ്ഥാപിക്കുകയും അവിടെ നമ്മൾ റെമഡിയൽ ടീച്ചിങ്ങും കാര്യങ്ങളും നടത്തിയാൽ തന്നെ നമ്മൾ സ്ഥിരമായി സാന്നിധ്യം ആവശ്യമില്ല, എന്നാൽ പോലും നല്ല നേട്ടം ഉണ്ടാക്കാം. പിന്നെ എന്തിനാ ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇത്ര പ്രയാസപ്പെടുന്നത് എന്ന് മാത്രമല്ല, ഇത്രയും കാലയളവിനിടയിൽ ഞാൻ നേടാവുന്ന നേട്ടങ്ങൾ സാമ്പത്തികമായി നേടിയിട്ടുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പുറക്കുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. സ്നേഹത്തോടെയാണ് അവർ ചോദിക്കുന്നത്. അവരോടുള്ള മറുപടി തന്നെയാണ്, സാമ്പത്തികമായ നേട്ടം നേടാനാണെങ്കിൽ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരാൻ ആവശ്യമില്ല, ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഇത്ര പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒറ്റയ്ക്ക് തന്നെ എൻ്റെതായൊരു ലോകം അങ്ങനെ ധാരാളം നേടാൻ കഴിയും. പക്ഷേ ഇപ്പം നമ്മൾ ചേർന്ന് നിന്ന് സമൂഹത്തിലെ വലിയൊരു സാമൂഹ്യ സൃഷ്ടിപ്പ് നടത്തുമ്പോൾ അതാണ് നമ്മുടെ ചേതോവികാരം. ഇത് എൻ്റെ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളാണ്, നിങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ്. ആ അനുഭവ സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സേവനം ചെയ്യാൻ കഴിയില്ല. അപ്പം അതെല്ലാം എന്നാലും നമ്മൾ സംതൃപ്തരാണ്. നമുക്ക് ഇതിൽ പ്രയാസങ്ങളൊന്നുമില്ല. വളരെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ സേവനം ചെയ്യുന്നത്, ഈ സമർപ്പണം നടത്തുന്നത്.
ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ പുതിയ തലമുറ സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ജീവിതത്തിലെ വലിയൊരു ഭാഗം, വളരെ വിലപ്പെട്ട ആരോഗ്യവും ആയുസ്സും ഒക്കെ വിലപ്പെട്ടൊരു സമയം സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ദീനി അറിവുകൾക്ക് വേണ്ടി ചെലവഴിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർ, പുതിയ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന പണ്ഡിതന്മാർ, അവരോട് നമുക്ക് സ്നേഹപൂർവ്വം വളരെ കൈൻഡ്നെസ്സോടുകൂടെ പറയാം, നിങ്ങളെ ഞങ്ങൾ വളരെ വാത്സല്യത്തോടെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, നല്ലൊരു സേവന ലോകം സൃഷ്ടിക്കാൻ വേണ്ടി, ഒന്ന് ചെയ്യുന്ന നിങ്ങളുടെ സേവനത്തെ പ്രൊഫഷണലൈസ് ചെയ്യാൻ, രണ്ട് ഉയർന്ന സാമ്പത്തിക നിലവാരം ആരുടെയും ഔദാര്യമല്ലാതെ നേടാൻ പ്രാപ്തമാക്കുന്ന സെഷനിലേക്ക് മനസാക്ഷി കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഇതിലേക്ക് വരാം. അവരെ നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് മർക്കസ് നോളേജ് സിറ്റി പരിസരത്താണ്. താമസ സൗകര്യം ഉണ്ടാകും. 10 ദിവസത്തെ ക്യാമ്പാണ്. റമദാനിൻ്റെ പവിത്രതകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ 10 ദിവസം ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്യാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.